ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് തിരുമേനി അടക്കം ഈ വേദിയിലുള്ള ബഹുമാന്യരെ, നമ്മുടെ നാട് പതിറ്റാണ്ടുകളായി ആഗ്രഹിച്ചിരുന്ന എന്താണോ അത് യാഥാർത്ഥ്യമായ അസുലഭമായ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം നിൽക്കുന്നത്. കേവലം ഒരു പാലം മാത്രമല്ല, ഈ നാട് എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത്, ഈ നാടിൽ എന്തൊക്കെയാണോ വേണ്ടത്, അത് കണ്ടറിഞ്ഞ് നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ടവൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ഓരോന്നായി യാഥാർത്ഥ്യമാക്കുകയാണ്. തിരുമേനിക്കുള്ള ആദരവ് നൽകുകയാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ആദ്യമേ തിരുമേനിക്കുള്ള ഉപഹാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. നിറഞ്ഞ സദസ്സിനെ സാക്ഷി നൽകി കക്കാട്ടാറിൻ്റെ ഓളപ്പരപ്പുകളുടെ താളമോർത്ത് ഇതാ ഈ മണ്ണിൽ നിന്നും മർത്തോമാ സഭയുടെ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പ്രിയപ്പെട്ട തിരുമേനിയെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രിയപ്പെട്ട മന്ത്രി ആദരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിക്കുന്നു. മുസ്ലിം ജമാഅത്തിന് വേണ്ടി പ്രസിഡന്റ് മഹിമ ഷാജി, സീതത്തോട് ശ്രീ മഹാദേവി ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടി ശ്രീ കെ സജികുമാർ, ഫാദർ ജോസഫ് മൈലാടിയിൽ, SNDP ശാഖായോഗത്തിന് വേണ്ടി പ്രസിഡന്റ് ശ്രീ സോമൻ വിനായക, ട്രിനിറ്റി മർത്തോമ ഇടവകയ്ക്ക് വേണ്ടി റവറൻ അലക്സാണ്ടർ തരകൻ, NSS സീതത്തോട് 2071 കരയോഗത്തിന് വേണ്ടി സെക്രട്ടറി ശ്രീ കുമാർ, സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവകയ്ക്ക് വേണ്ടി ഫാദർ ഗീവർഗീസ് പാലമോട്ടിൽ, കേരള പുലയർ മഹാസഭ സീതത്തോട് ശാഖയ്ക്ക് വേണ്ടി ശ്രീ മഹേഷ് PR, സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിന് വേണ്ടി റവറൻ ഫാദർ ഐവാൻ ജോസഫ്, കേരള വെള്ളാള മഹാസഭയ്ക്ക് വേണ്ടി ശ്രീ സദാനന്ദൻ പിള്ള, സെന്റ് മാർത്തോമാ പള്ളിക്ക് വേണ്ടി ശ്രീ എബ്രഹാം, CPIM-ന് വേണ്ടി ശ്രീ MA കുരുവിധാനം സംഘടനകൾ മാത്രമാണ് അങ്ങനെ ഒരു അവസരം നമ്മൾ കൃഷി വകുപ്പിൽ നിന്നും ഏറ്റുവാങ്ങിയർ ഉൾപ്പെടെയുള്ള ടീമിനെ ഉപഹാരം നൽകി ആദരിക്കുന്നു. നല്ല കൈയ്യടി. ഓക്കെ, അധ്യക്ഷ പ്രസംഗം എന്ന നിലയിൽ ഇപ്പോൾ പ്രസംഗം നടത്തുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിക്ക് രാവിലെ എറണാകുളമായിരുന്നു പരിപാടി. അതിനുശേഷം ചേർത്തലയിൽ പോയതിന് ശേഷമാണ് നമ്മുടെ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനിയും അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്കാണ് എത്തേണ്ടത്. ഇന്ന് സത്യത്തിൽ അദ്ദേഹത്തിന് ഈ പരിപാടിക്ക് എത്താൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്നും സത്യസന്ധതയും അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഞാൻ അതിലൊന്ന് ചൂണ്ടി, മിനിസ്റ്ററായിട്ട് ഇതുവരെ നമ്മുടെ സീതത്തോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതിലാണ് സത്യത്തിൽ അദ്ദേഹം കുത്തിയത്. തിരുമേനിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരി, ഞാൻ ആ പ്രസംഗം കേട്ടിരുന്നു മർത്തോമ മാരാമൺ കൺവെൻഷനിൽ വെച്ച്, അപ്പോൾ എന്തായാലും ഞാൻ വരാം. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകരായി ഈ സീതത്തോടിൻ്റെ പ്രദേശങ്ങളിലൂടെ നിറഞ്ഞു നിന്ന ഒരു പി പ്രസാദ് ഉണ്ടായിരുന്നു. നമുക്കെല്ലാം ആവേശമായിരുന്ന ഒരു പ്രാസംഗികൻ. ഞാൻ ആലോചിക്കുന്നു, ഞാൻ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആവുമ്പോൾ DYFIയുടെ പരിപാടികൾ മിക്കതും ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത് അന്നത്തെ CPIയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ പി പ്രസാദിനെയായിരുന്നു. ഈ കക്കാട്ടാറ്റിൽ കുളിച്ച ഓർമ്മകൾ അദ്ദേഹത്തിന് ധാരാളമായി പറയാനുണ്ട്. ഇന്ന് ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം നമ്മുടെ നിവാസാറിൻ്റെ ബാപ്പ സമധർമ്മൻ മരിച്ചു. എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ അവിടെ വരുമ്പോൾ ആ വീട്ടിലും പോകണം, അവിടെ പോയതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. സത്യത്തിൽ നമുക്ക് ഒരു സഹോദരൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ശ്രീ പി പ്രസാദ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ നാട്ടുകാരനാണ്. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പി പ്രസാദിനെ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയെ ഈ അവിസ്മരണീയമായ സീതത്തോടിൻ്റെ ഈ ചരിത്ര സമ്മേളനം
ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാന്ത്രിക ശക്തിയുള്ള പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇപ്പോൾ സീതത്തോട് പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകൾ ഔപചാരികമായി ഈ നാടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിക്കപ്പെട്ട MLA സാന്നിധ്യം ഈ മണ്ണിൽ നിന്നും മാർത്തോമാ സഭയുടെ ഉന്നതമായ നാട്ടുകാരുടെ മഹനീയമായ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ മഹത്തായ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കക്കാട്ടാറിന്റെ തീരങ്ങൾ ഒരുപാട് കഥ പറഞ്ഞിട്ടുള്ള തീരമാണ്. അങ്ങ് ഗവി മലമടക്കുകളിൽ നിന്നും ഉത്ഭവിച്ച് അതൊരു ഉത്സവ മേളം തീർത്തിരിക്കുകയാണ്. നാം എല്ലാവരും പരിപാടിക്ക് വരണമെന്ന് ജനീഷ് പറഞ്ഞു. ഒരുപാട് അസൗകര്യങ്ങൾ ഞാൻ ജനീഷിന്റെ മുമ്പിൽ നിരത്തി. പക്ഷെ ജനീഷ് എന്നെ അതെല്ലാം അവഗണിച്ച് വരുന്നതിലേക്ക് നിർബന്ധിച്ചു. ഒരു 5 മിനിറ്റ് വന്നിട്ട് അപ്പോൾ തന്നെ വയ്ക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ സമയം പോയതിൻ്റെ പ്രശ്നമല്ല, ഒന്നും എനിക്കില്ല. ഇത്രമേൽ ഒരു നാട് ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത 2 പരിപാടികളാണ് ഇത് എന്ന് ഇവിടെ വന്നു. ആരോടൊക്കെയാണ് ആരെയൊക്കെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്? എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ഞാനും അഭിനന്ദിക്കുന്നു തന്നെയാണ്. ഈ സന്ധ്യാവേള ഒരു 2 പുതിയ വെളിച്ചങ്ങളെ മനസ്സുകളിൽ ചേർത്ത് വെക്കാനുള്ള ഏറ്റവും നല്ല ഒരു സന്ധ്യാനേരം ആയിത്തീരട്ടെ. ഏറ്റവും പ്രമുഖമായ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് നിങ്ങളെല്ലാം ഈ പരിപാടിയിൽ പങ്കാളിയായിരിക്കുന്നത്. ഞാൻ ഒരു പ്രത്യേകമായ രീതിയിൽ ഇവിടേക്ക് ഞാനും വന്നു എത്തപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങാണ് ഇത്. നിങ്ങൾ ഹൃദയം കൊണ്ട് പങ്കാളിയായി തീർന്നിരിക്കുന്ന ഒരു ചടങ്ങാണിത്. നിങ്ങൾ ഹൃദയം സമർപ്പിച്ചിരിക്കുന്ന ഒരു ചടങ്ങാണ്. അത്രയും വലിയ ഹൃദയ വിശാലത കാണിക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് നിങ്ങൾ പ്രകടിപ്പിച്ചത്, അതാണ് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും മുന്നിൽ നിൽക്കുമ്പോൾ പോലും കൂട്ടായി ചേർന്ന് നിന്നുകൊണ്ട്, ഒത്തൊരുമയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ നിങ്ങൾ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. വിനിമയത്തിലില്ലാത്തൊരു നാണയം കണക്കെ സ്നേഹം അപ്രത്യക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകുമായിരുന്നില്ല. സ്വന്തം സഹപാഠിയെ അടിച്ചു കൊല്ലണം എന്ന് മറ്റൊരു സഹപാഠിക്ക് തോന്നുമായിരുന്നില്ല. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കാം. സ്നേഹം വറ്റിക്കൊണ്ടേയിരിക്കുന്നിടത്ത്, നദികൾ വറ്റുന്നതിനേക്കാൾ വേഗത്തിൽ സ്നേഹം വറ്റിക്കൊണ്ടേയിരിക്കുന്ന മനസ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമെന്ന് ആലോചിച്ച് നോക്കാം. എങ്ങോട്ടേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് നമ്മിൽ തന്നെ നിൽക്കുന്നത് എന്തെല്ലാമാണെന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതല്ലേ? എല്ലാ കുറ്റങ്ങളും കുഞ്ഞുങ്ങളുടെ മേൽ ചാർത്തി വെച്ചിട്ട് എല്ലാം ഇതുകൊണ്ടാണെന്ന് പറയുന്നിടത്ത് നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല എന്നുകൂടി അതിനകത്തൊക്കെ അർത്ഥം ഉണ്ടാവുന്നില്ലേ? നമുക്ക് കഴിഞ്ഞേ മതിയാവുകയുള്ളൂ. സീതത്തോടിൻ്റെ, കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കാൻ സമഗ്രമായ പദ്ധതികൾ അണിയറയിൽ തയ്യാറായിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയുന്നില്ല. ജനീഷ് അത് നിങ്ങളോട് പറയാൻ വേണ്ടി ആലോചിച്ച് ഉറച്ച് വെച്ചിരിക്കുന്നതാണ്. സീതത്തോട് കേരളത്തിൻ്റെയും മാപ്പിൽ പ്രമുഖമായ ഒരിടമായി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ഏൽപ്പിച്ച ഉദ്ഘാടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നിന്നും ഫണ്ട് ഏറ്റുവാങ്ങുന്നത് ശ്രീ MK സുകുമാരനാണ്. എന്നാലും പെൻഷൻ വാങ്ങിക്കില്ല. പെൻഷൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പറഞ്ഞ AEയും സെക്രട്ടറി എല്ലാം വന്ന് പെൻഷൻ വാങ്ങില്ല. ഒക്കെ അങ്ങ് പെൻഷനാണ്. നിങ്ങൾ തിരുത്തണം. ഇനിയുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇവിടെ അഭിവൃദ്ധി തിരുമേനി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാ സീതത്തോട്. 1-2 വ്യക്തികൾ മാത്രമാണ് തുരപ്പന്മാരായിട്ടുള്ളത്. അവര് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. പക്ഷെ നിങ്ങൾ കൂടി മാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സീതത്തോട് ക്ഷേത്രത്തിലെ ഭാരവാഹി എന്നോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇവിടെ
പൂജ നടക്കുന്നത് MLA-യുടെ പേരിലാണ്. സന്തോഷം തോന്നി. കാരണം എൻ്റെ വീട്ടുകാരൻ ചെയ്തതല്ല, ഈ പഞ്ചായത്തിന്റെ വിവിധ ആളുകൾ പോയി ചെയ്തതാണ്. ഉറക്കെ കോൺഗ്രസ് ആയ ഒരു ഫാമിലി ഇവിടെ ഒരു വീട് വെച്ചു. ഈ ഒരു 2 മാസം മുമ്പ് അവിടുത്തെ അമ്മാമ എന്നെ വിളിച്ചു. ഇതെല്ലാം കണ്ടു, ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് ദൂരത്തു നിന്നുള്ള കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ വന്നിട്ട് പറയും, ഇവിടെ ഇത്രയും വലിയ വീട് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ അമ്മാമയോട് ചോദിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് തന്നെ എന്തോ തെറ്റുപറ്റി എന്നൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ നാട് മാറുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായി ഇവിടെ ഇരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് പറയുകയാണ്, എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഞങ്ങൾ MLA-യുടെ കാര്യം പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള നാടാണ് നമ്മുടെ നാട്. തീർച്ചയായും നമ്മുടെ നാട് ഇനിയും വളരണം. നമുക്കറിയാം, ടൂറിസമാണ് നമ്മുടെ സാധ്യത. ആ ടൂറിസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് വേണം ടൂറിസത്തിലേക്ക് കടക്കാൻ. കുന്നവും നാനാട്ടുമേടും എല്ലാം സുന്ദരമാണ്, പക്ഷെ റോഡില്ല. ആരും വരുമോ? 3000 വർഷങ്ങളുടെ പഴക്കമുണ്ട് ആലുവാങ്കുടി ക്ഷേത്രത്തിന്. ക്രിസ്തുവർഷം 58-ാം ആണ്ടിലാണ് തോമസ് ലീഗ ഇവിടെ വന്ന് പള്ളി സ്ഥാപിച്ചതായി നമ്മൾ വിശ്വസിക്കുന്ന ദേവാലയം നമ്മുടെ പഞ്ചായത്തിലാണ്. ലോകത്തെ എല്ലാ ആളുകളും ഏറെ വരാൻ ഇഷ്ടപ്പെടുന്ന ഗവി, ആ ഗവി എന്ന പേര് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. ഈ മലയുടെ താഴ്വാരത്തുള്ള ഈ സീതത്തോട് നമുക്ക് മനോഹരമാക്കി തീർക്കണം. അതിനുള്ളൊരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്. നമ്മുടെ ടൗണിന്റെ മാസ്റ്റർ പ്ലാൻ തന്നെ ലേഖ സുരേഷ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ നമ്മൾ തയ്യാറാക്കി. തുടർന്ന് ജോബി പ്രസിഡന്റായിരിക്കുമ്പോഴാണ് നമ്മൾ ഷോപ്പിംഗ് മാളിന്റെ ഒക്കെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പം പ്രമോദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് വലിയ പിന്തുണയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആശുപത്രി പ്രധാനപ്പെട്ടതാണ്. ആ ആശുപത്രി ചിറ്റാറിൽ അതിൻ്റെ എല്ലാ ക്രമീകരണവും കഴിഞ്ഞ് ഏറ്റവും അവസാനം ടെൻഡറെല്ലാം കഴിഞ്ഞു. ഇനി ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിയുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. ടൂറിസം വളർന്നതോടുകൂടി നമ്മുടെ ഈ സ്ഥലത്തേക്ക് വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ എത്തും. നമ്മൾ സമയബന്ധിതമായി ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ നാടിൻ്റെ ഒരു വലിയ പിന്തുണയാണ് ഇതെല്ലാം നടപ്പിലാക്കി മുമ്പോട്ട് പോകുവാൻ കെൽപ്പ് നൽകുന്നത്. തീർച്ചയായും ഈ നാടിൻ്റെ ഈ ഒത്തുചേരലിന്, ഈ പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ ചിന്തകൾക്കും അതീതമായി നമ്മുടെ നാട് സീതത്തോട് ഒന്നാണ് എന്ന് വിളംബരം ചെയ്യുന്നതാണ് ഈ നാട് നൽകുന്ന ഈ പിന്തുണ. തീർച്ചയായും ആ പിന്തുണയ്ക്ക് എല്ലാ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് റിയാസ് ഓൺലൈനിലാണ് ഈ പാലത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തി സംസാരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ ഓൺലൈനിൽ ക്ഷണിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെയുള്ള മുഴുവൻ മഹാജനങ്ങളെയും സാക്ഷിയാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരുടെ പേരിൽ ആദരവ് ഏറ്റുവാങ്ങാൻ ബഹുമാന്യനായ MLA-യോട് അഭ്യർത്ഥിക്കുകയാണ്.
ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുവാൻ. അഹങ്കാരമായിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജനീഷ് കുമാർ MLA. ഞാൻ കഴിഞ്ഞ സമയത്ത് ഒരു മീറ്റിംഗ് പറഞ്ഞതുപോലെ എൻ്റെ നാടിനൊരു MLA ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടവും സ്നേഹവും വളരെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്വന്തം MLA എനിക്ക് കിട്ടി. ഞാൻ ഏത് നാട്ടിൽ പോയാലും MLA ഓർക്കും. അവിടെ ഒരു ഭാഗ്യം തന്നെയെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഓർക്കുകയാണ്, ഞാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ തടി കൊണ്ടോ കമ്പി കൊണ്ടോ നിർമ്മിച്ച വേദിയിലല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന വേദിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയട്ടെ പ്രിയമുള്ളവരെ. അതിന്റെ കോൺസിഗ്രേഷന്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. തിരുമേനിയെ കുറിച്ച് ഇവിടെ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്നും കൊണ്ടു നടക്കുന്ന വാക്കുകളാണ്. അത്രയൊരു ആദരവ് ഈ ദേശം ഈ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിക്ക് കൊടുത്തു. ഞാൻ പ്രതിനിധീകരിക്കുന്ന സഭ, ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇടവക, ഒച്ചുവയ്ക്കൽ ട്രീറ്റി മാർത്തോമ ഇടവക ഇന്ന് അഭിമാനം കൊള്ളുകയാണ്. ഈ പഞ്ചായത്തിനെ ഓർത്ത് നിശ്ചയമായിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കുമുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇനിയും നാട് വികസിക്കട്ടെ. ഒരുമിച്ച് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് എല്ലാവിധ പിന്തുണയും പ്രിയ ജനീഷ് കുമാറിന് നൽകിക്കൊണ്ട് ഈ നാട് മുന്നോട്ട് വികസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊച്ചുവയ്ക്കൽ ട്രിനിറ്റി മാർത്തോമ ഇടവകയുടെ പേരിലും MMA ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പേരിലുള്ളതായ എല്ലാ ആശംസകളും ഞാൻ ഈ സമയത്ത് നാട്ടുകാരനായ നമ്മുടെ പ്രിയങ്കരനായ ഒരു MLA ഈ നാടിന് അത് സാധ്യമാക്കി കൊടുത്തു. അത് വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൂടെ സാധിച്ചു കൊടുത്തു. അത് തീർച്ചയായിട്ടും ഈ നാട് പ്രിയങ്കരനായ MLA കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇനിയും നമ്മുടെ നാടിന് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് കുറേയൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മുടെ നാട് ഈ കൊച്ചു സീതത്തോട് ഒരു വലിയ നാടായിട്ട് മാറാൻ, അല്ലെങ്കിൽ ഈ നാട് നമുക്കറിയാം എത്രയോ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം നൽകുന്ന സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും ഒപ്പം അവർക്ക് എല്ലാവിധ ആശീർവാദങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ നാട് നമുക്ക് ഒന്നിച്ച് കൂട്ടായിട്ട് മുന്നോട്ട് പോകാൻ ഇനിയും വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഒന്നിച്ച് നമ്മുടെ MLAക്ക് വേണ്ടുന്ന പിന്തുണ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും ഇന്നൊരു മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടിരിക്കുന്നവരാണ്. സീതത്തോടാകെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിലാണെന്ന് നമ്മളെല്ലാം സ്വപ്നം കണ്ടിരുന്ന സീതത്തോട് പാലത്തിന്റെ അത് പൊളിച്ചത് സംബന്ധിച്ച് അതിന്റെ ഉദ്ഘാടന സമയം വരെ അത് നേരിട്ടിരുന്ന പ്രതിസന്ധികളെ പറ്റിയൊക്കെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും MLA ഒക്കെ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചു. എൻ്റെ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട MLAയോട് തന്നെയാണ്. നമ്മുടെ സീതത്തോടൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. സീതത്തോടിന് ആകമാനം നമ്മളിവിടെ നോക്കിയാലും അത് കാണാൻ കഴിയും. അത്തരത്തിലേക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത് പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനും നമ്മുടെ സഹോദരനും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് KE ജനീഷ് കുമാറിലൂടെയാണ്. നമ്മുടെ സീതത്തോട് പാലം ഏറ്റവും വലിയ ആവശ്യമായിരുന്നു സീതത്തോട് പാലം അത് പൊളിച്ച് നന്നാക്കി എടുക്കുക എന്നുള്ളത്. നമ്മുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് ആ പാലം പണിയണം എന്ന് തീരുമാനിച്ച് അതിനൊപ്പം ഇന്നുവരെ നിന്ന് അതിന് നേതൃത്വം കൊടുത്ത്, ഇത് മാത്രമല്ല സീതത്തോടിലെ വികസന പ്രവർത്തനങ്ങൾ, പല വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് ആകമാന നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള നമ്മളിൽ ഒരാളായ അഡ്വക്കേറ്റ് KE ജനീഷ് കുമാർ MLAക്ക് സീതത്തോട് കൊടുക്കുന്ന നന്ദിയാണ് ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ജനങ്ങളിൽ നിന്ന് നൽകിയിട്ടുള്ളത്. സംഘാടക സമിതിക്ക് വേണ്ടി പ്രിയപ്പെട്ട MLAക്ക് നന്ദി പറയുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്ത് മറ്റൊരു പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുന്നു. നമ്മുടെ സീതത്തോടുകാരനും അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയസ് തിരുമേനി, അദ്ദേഹവും നമ്മളോടൊപ്പം സംസാരിച്ച ഈ മഹനീയ ചടങ്ങിൽ നിങ്ങളുടെ എല്ലാം സ്നേഹ ആദരവ് ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് ഈ സീതത്തോടിൻ്റെ
പ്രത്യേകിച്ച് ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ എനിക്ക് മുമ്പ് പ്രിയപ്പെട്ട അഭിവന്ദ്യ ശ്രേഷ്ഠന്മാർ, 86 ഇമാം മൗലവി അടക്കം വേദിയിലുള്ള രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രവർത്തനത്തിന്, ഈ പദ്ധതിയുടെ ആദ്യം മുതൽ അവസാനം വരെ ഇതിനെ ചേർത്ത് നിർത്തിയ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ PR പ്രമോദന് സംഘാടക സമിതിക്ക് വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള KRPയുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ, ഈ കമ്പനി, കരാർ കമ്പനി ശ്രീ രാജീവ് മാത്യു, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ, എന്നോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾ, മാധ്യമ സുഹൃത്തുക്കൾ, ഇവിടെ മികച്ച അവതരണം കൊണ്ട് നമ്മുടെ ചടങ്ങിനെ ധന്യമാക്കിയ ശ്രീ TK സജി അടക്കം ഈ ചടങ്ങ് ഗംഭീരമാക്കാൻ എത്തിയിട്ടുള്ള സിതത്തോടിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അതുപോലെ നമ്മുടെ മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഓൺലൈനിൽ വരും. സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാം. ശ്രുതിമധുരമായ ഗാനങ്ങളുമായി ഫോർ യു ഇവൻസ് അല്പസമയത്ത് ഒരു പരിപാടിയാണ്. നേരിട്ട് നിങ്ങളുടെ ഈ സന്തോഷത്തിന്റെ ഭാഗമാകാൻ കരുതിയതാണ്. പക്ഷേ ചില ഔദ്യോഗിക തിരക്ക് കാരണം സാധിച്ചില്ല. നമുക്കറിയാം, റെക്കോർഡ് വേഗത്തിൽ ഒരു പാലം പൂർത്തീകരിക്കപ്പെടുകയാണ്. സ്വപ്നതുല്യമായ വേഗത ഇതിൻ്റെ നിർമ്മാണത്തിൽ കാണും. 100 ദിവസം കൊണ്ടാണ് ഈ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ ജനീഷ് കുമാർ. അതിന് നേതൃത്വം നൽകിയ ജനീഷ് കുമാറിനെയും ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും തൊഴിലാളികളെയും ജനങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് ഈ പാലം യാഥാർത്ഥ്യമാകുന്നത്. നടക്കില്ല എന്നും പലരും പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പലരും കരുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ അനുഭവം നമ്മുടെ മുമ്പിൽ. ഈ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ ഇടുങ്ങിയ പാലമായിരുന്നു സീതത്തോട് പാലം. അച്ചൻകോവിൽ പ്ലാപ്പള്ളി റോഡ് നിർമ്മാണത്തിന് നേരത്തെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം അനുവദിച്ചിരുന്നു. പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് പാലത്തിൻ്റെ നിർമ്മാണം ആദ്യം നടപ്പിലാക്കുവാൻ നിങ്ങളുടെ ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടതനുസരിച്ച് പാലം പ്രവൃത്തി ആദ്യം ആരംഭിച്ച് പൂർത്തീകരിച്ചു. MLA ആയതിനു ശേഷം കോന്നി നിയോജക മണ്ഡലത്തിലുണ്ടായ പുരോഗതി റോഡുകളിലും പാലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും സാധാരണക്കാർ അധിവസിക്കുന്ന ഈ മേഖലയിൽ കൂടുതൽ റോഡുകളും പാലങ്ങളും അനുവദിക്കുന്നതിലൂടെ എല്ലാവർക്കും വികസനമെന്ന LDF സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ് പ്രാവർത്തികമാകുന്നത്. കോന്നി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തികളുടെ നീണ്ട ഒരു പട്ടിക തന്നെ എൻ്റെ കയ്യിലുണ്ട്. അതിനെല്ലാം മുൻകൈ എടുക്കുന്ന നിങ്ങളുടെ MLA പ്രത്യേകമായി അഭിനന്ദിക്കും. പശ്ചാത്തല വികസനത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്നതിന് അർത്ഥം എല്ലാ മേഖലയിലും പശ്ചാത്തല വികസനം സാധ്യമാക്കുക എന്നതാണ്. അതിന് പ്രതിജ്ഞാബദ്ധമായി ഈ സർക്കാർ പ്രവർത്തിക്കുകയാണ്. അഭിപ്രായം.
തിട്ടം മുണ്ടല്ലേ സേട്ടൽ വന്നല്ലേ സേട്ട ചെയ്യാവ